ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് സ്ത്രീ കൊല്ലപ്പെട്ടു. സോഫിയ ഇസ്മായിലാണ് കൊല്ലപ്പെട്ടത്. TR&T എസ്റ്റേറ്റിൽ വച്ചാണ് യുവതിയെ കാട്ടാന ആക്രമിച്ചത്. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാന ആക്രമണം കൂടി, ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, വിവരങ്ങൾ. ലക്ഷ്മി, വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് പെരുവന്താനം പഞ്ചായത്തിലെ 7-ാം വാർഡ് കൊമ്പൻപാറ ഭാഗത്ത് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ ഈ TR&T എസ്റ്റേറ്റ് എന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ് മേഖലയാണ്. ആ റബ്ബർ എസ്റ്റേറ്റ് മേഖലയിൽ സ്ഥിരം കാട്ടാന ശല്യം ഉള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ഥിരമായി കൂട്ടമായും ഒക്കെ കാട്ടാന അവിടെ എത്താറുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് ഇതിന് സമീപത്തുള്ള അരുവിയിൽ കുളിക്കാനായി സോഫിയ പോയത്. അവിടെ വെച്ചാണ് ഈ കാട്ടാന ആക്രമിച്ച് കൊല്ലുന്നത്. പക്ഷേ പിന്നീട് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. വീട്ടുകാർ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഈ കുളിക്കാൻ പോയ അമ്മയെ തിരക്കി മകൻ എത്തിയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം അറിയുന്നത്. സോഫിയ ഇവിടെ കുളിക്കാനായി എത്തിയപ്പോൾ അവിടെ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അത് കൂട്ടം കാട്ടാനാണോ അതോ ഒറ്റയാനാണോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിൽ വനംവകുപ്പ് ഇനിയും സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. മൃതദേഹം ഇപ്പോഴും അവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല. കാര്യം മുറിഞ്ഞപുഴയിൽ നിന്ന്, എരുമേലി റേഞ്ചിലുള്ള മുറിഞ്ഞപുഴയിൽ നിന്ന് വേണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ. ഇത് പെരുവന്താനത്ത് നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലാണ് ഈ പറയുന്ന കൊമ്പൻപാറ എന്ന ഭാഗം. ഇവിടെ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇവിടെ സ്ഥിര സാന്നിധ്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെടുന്നതാണ്. ഇത് TR&T എസ്റ്റേറ്റ് എന്ന് പറയുന്ന റബ്ബർ എസ്റ്റേറ്റ് മേഖലയാണ്. ഇത് വനത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇതിന് സമീപത്തുള്ള ഒരു അരുവിയിൽ കുളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വെറും 45 വയസ്സ് മാത്രം പ്രായമുള്ള സോഫിയയാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. സോഫിയയുടെ നെഞ്ചിലും കാലിലും ഒക്കെ ചവിട്ടേറ്റ നിലയിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അവിടെ വീട്ടുകാർ ഈ സോഫിയെ കാണാതെ ആയപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ കാട്ടാന അലറി വിളിക്കുന്നത്. ഇതൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. TR&T എന്ന് പറയുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റ് മേഖലയാണ്. ആ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശവുമുണ്ട്. ഈ പ്രദേശത്തുനിന്ന് സ്ഥിരമായി കാട്ടാന ഈ റബ്ബർ എസ്റ്റേറ്റ് മേഖലയിലേക്ക് എത്തുന്നത് സ്ഥിരമായി വാർത്തയാകുന്നു, സ്ഥിരമായി അറിയുന്നു, സ്ഥിരമായി ആളുകൾ പരാതിപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. മിക്കവാറും വനംവകുപ്പ് വന്ന കാട്ടാനക്കൂട്ടത്തെയൊക്കെ അവിടുന്ന് ഓടിച്ചു വിടുന്ന സ്ഥിരം കാഴ്ച നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. പക്ഷേ ഇതൊരു ഒറ്റക്കൊമ്പനാണോ കാട്ടാനക്കൂട്ടമാണോ ആക്രമിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പ്രദേശത്ത് വനംവകുപ്പ് എത്തിച്ചേർന്നാൽ മാത്രമേ ഇത് അറിയാൻ കഴിയുകയുള്ളൂ. ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് 6:45 മണിയോടുകൂടിയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. കാര്യം ഈ സോഫിയ കുളിക്കാനായി ഇവിടെ എത്തിയപ്പോൾ അതിനുശേഷം മണിക്കൂറുകളായിട്ട് കാണാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീട്ടുകാർ അവിടെ ചെന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും ഈ കാടിന് സമീപം, അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിന് സമീപത്ത് കാട്ടാന അലറി വിളിക്കുന്ന ശബ്ദവും കേട്ടതായി വീട്ടുകാര് പറയുന്നുണ്ട്. ഇവര് വനംവകുപ്പിന് പ്രാഥമികമായി അങ്ങനെ ഒരു അറിവ് നൽകിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുറിഞ്ഞപുഴയിൽ നിന്ന് വേണം വരാൻ. അത് കുറച്ചേറെ ദൂരമുള്ള പ്രദേശമാണ്. ഉള്ളിലേക്ക് പെരുവന്താനത്ത് നിന്ന് 20 കിലോമീറ്ററോളം അകത്താണ് ഈ കൊമ്പൻപാറ എന്ന സ്ഥലമുള്ളത്. ഈ പ്രദേശത്തേക്ക് എരുമേലി റേഞ്ചിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുറിഞ്ഞപുഴയിൽ നിന്ന് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യുകയുള്ളൂ. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവം ഇടുക്കിയിൽ വീണ്ടും ഒരാഴ്ചക്കിടെയാണ് മറ്റൊരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയം. ഇത് വലിയ തോതിലുള്ള വലിയ ഭീഷണി ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ നേരിടുകയാണ്. ഇന്നിപ്പോൾ ഈ മുണ്ടക്കയത്തിന് സമീപമുള്ള, പെരുവന്താനത്തിന് സമീപമുള്ള കൊമ്പൻപാറയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 45 വയസ്സുള്ള സോഫിയയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ശരി ആൽവിൻ പറഞ്ഞതുപോലെ ഏറെ ദാരുണമായ സംഭവമാണ്. ഇടുക്കിയിൽ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായ 2ാമത്തെ കാട്ടാന ആക്രമണം, അതിലെ മരണം. ഇടുക്കി പെരുവന്താനത്താണ് കാട്ടാനയുടെ ചവിട്ടേറ്റ സ്ത്രീ കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ്.